ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ സിനി സജീവ്. ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങളുടെ എന്തെല്ലാമാണെന്നുള്ളതെന്ന് നോക്കാം. അത് തന്നെ ഞാൻ ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം പിടിക്കുവാണ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ ഇവിടെ, അതുകൊണ്ട് ഏകദേശം ഒരു 2 ഗ്ലാസ് അരിയോളം മതിയാകും. അപ്പോൾ ചോറ് നമ്മൾ ഈ അടുപ്പിൽ വെക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ മോരിലേക്കുള്ള വെള്ളരി വന്നിട്ട് കട്ട് ചെയ്ത് വെക്കുന്നു. ഞാൻ ആദ്യം വെക്കുന്നത് വെള്ളരി ഇട്ടിട്ടൊരു മോര് കറിയാണ്. പിന്നെ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങൂടെ ഒരു ഉപ്പേരി, പിന്നെ കൊഴുവ അല്ലെങ്കിൽ നത്തലി എന്ന് പറയും, ഇവിടെ നത്തലി എന്നാണ് പറയാറുള്ളത്, അത് പീര പറ്റിച്ചത്. പിന്നെ അയില മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ ഞങ്ങളുടെ കറികൾ. അപ്പോൾ വെള്ളം തിളച്ചപ്പോഴേ അരി കഴുകിയിട്ടു. അതിനുശേഷം ഞാൻ വിചാരിച്ചു പിന്നെ മീൻ വറുക്കുക, അതോടുകൂടി ചേർന്ന് മോരുകറിയും ഒപ്പം വെക്കാമെന്ന് വെച്ചു. അങ്ങനെ മോരുകറിയുടെ വെള്ളരി എല്ലാം അരിഞ്ഞ് ഉപ്പും മഞ്ഞളും കറിവേപ്പിലയിട്ട് വേവിക്കാൻ വെച്ചു. അടുത്ത പാൻ വന്നിട്ട് ഗ്യാസിൽ വെച്ചിട്ട് അതിൽ നമ്മൾ മീൻ വറുക്കാൻ ഇടുവാണ്, ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം തൈര് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ലൈറ്റായിട്ടൊന്ന് അടിച്ചിട്ട് മോരുകറിയിൽ ഒഴിച്ചു. ഇതിന് ശേഷം ഇതിൽ നമ്മൾ ഇനി കടുക് താളിക്കണം. അതിന് ഞാൻ കടുക് താളിക്കാൻ വേണ്ടി ചെറിയുള്ളി, ഉണക്കമുളക്, ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. മോരുകറി ഏകദേശം ആയിക്കഴിഞ്ഞു. മിക്സിയുടെ ജാറിൽ ഞാനൊരു ഇത്തിരി കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ മോരുകറി എറൗണ്ടായി. ഇനി അതിന് കടുക് കൂടി താളിച്ചാൽ മതി. പിന്നെ എൻ്റെ അടുത്ത ജോലി, പിന്നെ ഇനി അടുത്തത് ഞാൻ വിചാരിച്ചു അപ്പം മീൻ ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, അതൊന്ന് മറിച്ചിട്ടു. അതിന് ശേഷം ഞാൻ വിചാരിച്ചു കൊഴുവ അല്ലെങ്കിൽ നത്തലി ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മീൻ പീര പറ്റിക്കാനുള്ള തേങ്ങയെല്ലാം മിക്സിയിൽ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ തേങ്ങ, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതിയേ. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. നമ്മൾ അവിയലിൻ്റെ എല്ലാം പരുവത്തിലെടുക്കുമല്ലോ, അതേപോലെ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഞാനത് മറ്റേ കൊഴുവ മീനിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ചിട്ട് വേവിക്കാൻ വെച്ചു. പിന്നീട് നമ്മൾ അതിൽ വേവിക്കാൻ ഇത് പുളിയുണ്ടല്ലോ, കുടംപുളിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു പീസ് കുടംപുളി കൂടി ഇങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഗ്യാസിൽ വെച്ച് സിമ്മിൽ വെച്ച് വേവിക്കാൻ വെച്ചു. പിന്നെ ഇനി എൻ്റെ അടുത്ത ജോലി ഉപ്പേരിയുടെയാണ്. അതിന് ഞാനൊരു പാൻ വെച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് ചതച്ചിട്ട് അതിലേക്കിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവണ വരെ വറുക്കണം. നന്നായിട്ട് ഉള്ളിയെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട്, പിന്നെ ഉപ്പേരിയുടെ എല്ലാം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. അപ്പോൾ ഈ ഉള്ളിയെല്ലാം മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളതിൽ കുറച്ചൊന്ന് മുളക് പൊടി ഇടുന്നു. അതിനുശേഷം ഈ വേവിച്ച് വെച്ച കഷ്ണങ്ങളും അതിലേക്ക് ഇടുന്നു. അതുകൂടെ കഴിഞ്ഞാൽ
നമുക്ക് ഉപ്പേരിയും റെഡിയായി. അപ്പോൾ ഉള്ളി മുരിഞ്ഞ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ മുളക് പൊടി, ഈ മുളക് പൊടിക്ക് ഇത്തിരി കളർ കുറവാണ്, അതുകൊണ്ട് തന്നെ ഇത് കുറച്ചിട്ടിട്ട് കാശ്മീരി മുളക് പൊടി വേറെ തനിയെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കും. കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മാത്രമേ നല്ല കളറ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പിൽ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, ഉപ്പേരിയുടെ ഇതെല്ലാം, ബീൻസ്, ഉരുളക്കിഴങ്ങെല്ലാം അതിലൊന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അതോടെ ഉപ്പേരി റെഡിയായി. പിന്നെ ഇനി എനിക്കുള്ള ജോലി മറ്റേ കൊഴുവയിൽ എനിക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കുക്കിങ്ങും കഴിഞ്ഞു. അത് ഏകദേശം ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൽ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ ഞാനതിൽ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. ഹായ്, അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. മോര്, മീൻ പീര് പറ്റിച്ചത്, ഉപ്പേരി, പിന്നെ അയില മീൻ വറുത്തത്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ. സോ ബൈ ബൈ, സീ യു അഗൈൻ.